ഈ കുട്ടി ഫയല് പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നു? ഞാൻ പറയുന്നത് മുമ്പേ ഡിസ്കസ് ചെയ്തത് അതെന്തോന്ന് ഗെയിം ഷോയോ? നീ വന്ന് പറഞ്ഞത് മുതലല്ലേ സൈന പോയത്. സായിയുടെ കയ്യിൽ നിന്ന് ഈ വോയിസ് റെക്കോർഡ് വെളിയിലായിട്ടുണ്ടെങ്കിൽ അത് ആര് വഴി ആയിക്കോട്ടെ, ഫിറോസ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ സായി കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ചതെന്ന് ഞാൻ അറിയുന്നുണ്ട്. ഹലോ, കാരണം മറ്റേ ഇതില്ലേ 17 അതൊന്നും വന്നിട്ട് ഊമക്കത്താൻ എന്തെങ്കിലും കാരണം എനിക്ക് ഞാൻ ഫിറോസ്ക, അത് ഞാൻ ഇപ്പൊ എനിക്ക് കേസ് നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് എനിക്ക് അത് കയറി അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം എനിക്ക് ഒരു മാർഗ്ഗമില്ല. എന്റെ കരിയർ എല്ലാം നശിച്ചു. ഞാൻ ഇനിയിപ്പോ സീരിയസ് ഞാൻ പറയുക, ഫിറോസ്ക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാക്കിയോടായിരുന്നോ? ഇത്രയും നിന്നെ ഹെൽപ്പ് ചെയ്തില്ല. എന്ത് ഹെൽപ്പ് ചെയ്തു? എന്നെ എത്രയും നശിപ്പിച്ചിട്ട് ഹെൽപ്പ് ചെയ്തതല്ലേ ഫിറോസ്ക? ഞാൻ എന്നിട്ടും എന്റെ മനസാക്ഷിക്കാണ് ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കത് വീഡിയോ ചെയ്യാൻ എനിക്ക് വയ്യ ഫിറോസ്ക. ഞാൻ കേസ് വേണമെങ്കിൽ ഞാൻ അത് ചെയ്തു തരാം. കേസ് ഞാൻ ചെയ്യാം. ഇപ്പൊ ഞാൻ നാണം കെട്ടത് പോലെ തന്നെയാണ് ഫിറോസ്ക്കായി നാണം കെട്ടുന്നത്. പിന്നെ കേസായാലാണ് ഈ പറഞ്ഞ കണക്ക് ഈ സാധനങ്ങളെല്ലാം വെളിയിൽ പോകുന്നത്. ഞങ്ങൾ നാണം കെട്ടില്ലേ എല്ലാരും? ഇല്ല ഫിറോസ്ക്കാക്ക് എന്നെ അറിയത്തില്ലായിരുന്നോ? ഫിറോസ്ക്കാക്ക് എന്നെ അറിയത്തുള്ളൂ. ഞാൻ അവിടെ പോയി ആ വീഡിയോ ചെയ്യുമ്പം ഞാൻ അല്ലല്ല അങ്ങനെ എന്നെ കുറിച്ച് പറയാതെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തുമ്പത്തേക്ക് ആൾക്കാർക്ക് മനസ്സിലായി പൊട്ടരാണോ. ഞാനൊരു വീഡിയോ ഇട്ടപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്ത മൂന്നാമതൊരാൾ കാരണമല്ല എന്ന് പറഞ്ഞു ഞാൻ ഇടുന്നുണ്ട്. ആ സമയത്ത് ഫിറോസ്ക്ക് അവിടെ കിടന്ന് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് മെസ്സേജ് വന്നു, ഞാൻ കാണിച്ചു തരാം ആ സമയത്ത് എന്തൊക്കെയാണ്. അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. മെസ്സേജ് വരുമോ വരാതിരിക്കോ, അത് എനിക്കുണ്ടായ പ്രഷർ അന്നേരം ഞാൻ ആ 3-4 ദിവസം, നിങ്ങൾ ഒരു ദിവസം കയറിയിട്ടുള്ളൂ, പക്ഷെ ഞങ്ങള് 3-4 ദിവസം കൊണ്ട് ഏറി ആൾക്കാർ മൊത്തം ഞാൻ ചെയ്യാൻ പോകുന്നത്. കാരണം ഞാൻ മരിക്കാൻ പോവുകയാണ്. കാരണം എനിക്ക് ഞാൻ സൂസൈഡ് ചെയ്യും ഉറപ്പായിട്ട്. ഫിറോസ്ക്ക, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഉപ്പ് തിന്നുവൻ വെള്ളം കുടിക്കും. ഇപ്പൊ ഞാനായാലും ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ അനുഭവിക്കുമായിരിക്കും. അത് ഞാൻ ഇപ്പൊ എന്നെ കൊണ്ട് കഴിയാവുന്നത് കേസ് ഞാൻ അതിന് ആ രീതി ചെയ്യാം. എനിക്കിതുകൊണ്ടൊന്നും അവിടെ ഇതാണെന്ന് പറയുമ്പം ബാക്കിയുള്ളവർ അതിന്റെ തെളിവ് എടുത്തിട്ട് ലാസ്റ്റ് അതിനകത്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, ലാസ്റ്റ് അത് പ്രശ്നമാവും. ഞാൻ പറയുന്നുണ്ടല്ലോ ഇതുപോലെ സായി ഇപ്പൊ നിനക്ക് പറ്റുമെന്ന് ചെയ്യും. കാരണം അല്ലെങ്കിൽ എന്റെ അവസ്ഥ നിനക്ക് അറിയില്ല. ചിലപ്പോൾ കേൾക്കുന്ന വേറെ ഞാൻ മരിച്ചെന്നുള്ളതായിരിക്കും. ഞാനൊരു കാര്യം പറ്റേ, ഞാൻ ഇതിനെ ഇളക്കാൻ വേണ്ടി പോയി ഇനി ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് ആൾക്കാർ ഇത് ഫോക്കസ് ചെയ്യും. ഇത് ഇങ്ങനെ അങ്ങ് പോയി. ഇപ്പൊ ഞാൻ പറഞ്ഞോട്ടെ, ഇതിപ്പം കേസാന്ന് പറയാതെ ഈ കേസ് കൊടുക്കുമ്പോൾ കേസ് ഇൻവാലിഡ് ആവുമ്പോൾ ഈ ചാനലുകാർക്ക് ഒന്നും ഇടാൻ പറ്റത്തില്ല. കാരണം ഇതിന് മൊഴി കൊടുക്കുന്നവരെ ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മൊഴി കൊടുത്തു കഴിഞ്ഞാലാണ് ഈ പ്രശ്നം വരുന്നത്. നാളെ ഒരു കാലത്ത് ഞാൻ വീണ്ടും ഇതൊന്ന് പ്രശ്നമൊക്കെ ആണെങ്കിലാണ് ഇത് പ്രശ്നമാവുന്നത്. ഇത് എത്ര നാൾ കഴിഞ്ഞാലും ഈ പ്രശ്നം തന്നെയാണ്. അപ്പം അത് ആ സാധനം നമ്മൾ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ ഇല്ലാന്ന് പറയുമ്പം അത് ഫോക്കസ് ആക്കുവോ. പിന്നെ ആൾക്കാർ പറയും, ഓ ഇവൻ ഇപ്പൊ തന്നെ ഇന്നലെ വീഡിയോ നമ്മൾ രണ്ടുപേരും ഡിലീറ്റ് ചെയ്തപ്പോൾ ആൾക്കാർ പറയുന്നത് ഫിറോസ് പേടിച്ചിട്ടാണെന്ന് വരെ പറയുന്നുണ്ട്. ഫിറോസ്ക്ക മണ്ടത്തരം കാണിക്കാതെ. ഇപ്പൊ 2 ദിവസം കഴിയുമ്പോ മറ്റേ ഇതുണ്ടല്ലോ, മറ്റേ എന്താ എന്റെ പേര്, പാർട്ടി ബേസ് സാധനങ്ങളെല്ലാം വരുമ്പോഴത്തേക്ക് ഇതെങ്ങ് പോകും. നിങ്ങളെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയും ഇത് അവർക്ക് ഒരു ഉമ്മക്കത്ത് വന്നതാണ്, അത് വേണമെങ്കിൽ അവളെ വിളിച്ച് ചോദിക്കൂ എന്ന് പറഞ്ഞ് നിങ്ങൾ സറൗണ്ടിൽ നിൽക്കുന്ന ആൾക്കാരെ പറയും. ഇനി ഞാൻ എടുത്ത് ഈ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് ആൾക്കാർ വിചാരിക്കും, ഓ ഇത് അവളെ ഭീഷണിപ്പെടുത്തി ഇതാക്കാൻ വേണ്ടി അവനെ സേവ് ചെയ്യാൻ നിൽക്കുവാണെന്നേ ആൾക്കാർ പറയത്തുള്ളൂ. എത്രയും പറഞ്ഞാലും അത് പറയത്തുള്ളൂ. വീണ്ടും നിങ്ങൾക്ക് തന്നെ നിങ്ങൾ കുഴി തോണ്ടിക്കൊണ്ടിരിക്കും. കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, കുറച്ച് ദിവസത്തേക്ക് യൂട്യൂബ് ഫിറോസ്ക്ക, ഞാൻ ഒരു കാര്യം പറയട്ടെ, കുറച്ച് ദിവസത്തേക്ക് ഞാനും ഈ സിറ്റുവേഷനാണ് ഞാനൊക്കെ നിന്നത്. ഞാനും ഉമ്മയും പിള്ളേരും കൂടെ സൂയിസൈഡ് ചെയ്യാൻ നിന്നത്. ഞങ്ങളും അത് തന്നെയാണ് നിന്നത്. ആ സിറ്റുവേഷൻ തന്നെയാണ് ഞങ്ങൾ നിന്നത്. ഞാൻ അനുഭവിച്ചു. ഞാൻ ഇത് ഒരിക്കൽ എടുത്ത് കളയുന്നതിനും എനിക്കിത് പറയുന്നതിനും ഒരു കുഴപ്പമില്ല. പക്ഷെ മണ്ടത്തരം കാണിക്കരുതെന്ന് ഞാൻ പറയുന്നത്. വേറെ ആർക്കെങ്കിലും ചോദിച്ചോ, ഇത് ഞാൻ വീണ്ടും എടുത്ത് ഇങ്ങനെയാണ് ഇതെന്ന് പറയുമ്പോൾ ഒരു വീഡിയോ ചെല്ലുക. വീണ്ടും ഇതൊരു ഊമക്കത്തായിരുന്നു, ആ സാധനം ഇൻവാലിഡ് ആയിരുന്നു എന്നുള്ള സാധനം ഞാൻ പറഞ്ഞു. ഇതാരെങ്കിലും കുത്തിപ്പൊക്കി ആ സാധനം അങ്ങനെയാണെന്ന് പറഞ്ഞ് വീണ്ടും അത് കുത്തിപ്പൊക്കാൻ പറ്റില്ല. അത് നീ അല്ലാതെ ലോകത്ത് ആർക്കും കുത്തിപ്പൊക്കാൻ പറ്റില്ല. ഞാൻ മനസ്സിലാക്കിക്കോ. ഇത് ദിയക്കറിയാം ഈ കാര്യങ്ങളൊക്കെ. ഈ സറൗണ്ടിൽ നിൽക്കുന്ന എന്റെ ഫ്രണ്ട്സുകാർക്കൊക്കെ അറിയാം. ആളുടെ കയ്യിൽ തന്നെ ഈ ഇതിന്റെ വോയിസ് റെക്കോർഡും ഈ കൊച്ചിന്റെ വോയിസ് റെക്കോർഡും ഉണ്ടെന്ന് എന്താ ഉറപ്പ്? ഒന്നുമില്ല, അത് അങ്ങനൊന്നും അല്ല. അത് നിനക്ക് മാത്രമേ വീണ്ടും ഈ കൊച്ചിന്റെ ഞാൻ സംസാരിക്കുന്ന വോയിസ് റെക്കോർഡ് പല ആൾക്കാരുടെ കയ്യിലുണ്ട്. അത് കുത്തിപ്പൊക്കുമ്പം ഇവരെല്ലാരും കൂടെ പറയും, ഓ ഇവർ രണ്ടുപേരും കളിക്കുവാണോ എന്നുള്ള രീതിയിൽ വന്നിട്ട് ഇത് ലാസ്റ്റ് വെളിയിൽ വന്ന് നിങ്ങൾ തന്നെ ലാസ്റ്റ് പ്രശ്നം വരും. ഞാൻ ചോദിക്കട്ടെ, നീയുമായിട്ട് സംസാരിച്ചപ്പോൾ അതങ്ങനെ വേറൊരാൾക്ക് പോകുന്നത്? ഞാനത് പറഞ്ഞല്ലോ, എന്റെ മറ്റേ വോയിസ് എങ്ങനെ പോയി? എന്റെ മറ്റേ വോയിസ് എങ്ങനെ പോയി? ഞാൻ തന്നെ അയച്ചു കൊടുത്തല്ലേ. അതുപോലെ ഇത് അയച്ചു കൊടുത്തിട്ടുണ്ട്. നീ തന്നെ അയച്ചു കൊടുക്കൂ. എന്തോ സജിന നീ കാണിച്ചോണ്ടിരിക്കുന്നത്?
അല്ലമ്മ, ഫിറോസൊക്കെ പറയുന്നത് ഞാൻ ആ വീഡിയോക്ക് എതിരെ ഒന്ന് വീഡിയോ അതായത് ആ കൊച്ചിന്റെ 17 ഇപ്പൊ ഞാൻ ആ കേസ് ഫയല് മിണ്ടാതിരിക്കുക. കേസ് ഞാൻ പോയാലേ, ഞാൻ മൊഴി കൊടുത്താലേ കേസ് പോകത്തുള്ളൂ. അന്നേരം ഇക്ക എന്റെ അടുത്ത് പറഞ്ഞത് അത് നീ വിളിക്കണ്ട, ആ സാധനം പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫിറോസിനെ സപ്പോർട്ട് ചെയ്തതിന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഫിറോസൊക്കെ ഇപ്പൊ പറയുന്നത്, ഞാൻ ആ വീഡിയോ ഇടുവാണെങ്കിൽ വീഡിയോ ഇടുമ്പോഴത്തേക്ക് വീണ്ടും കുത്തിപ്പൊക്കി കേസ് വെളിയിലോട്ട് വരുമല്ലേ. ഇത് ആൾക്കാർ ചിലത് വരെ മാത്രമേ ഉള്ളൂ ഈ കാര്യങ്ങൾ മനസ്സിലോട്ട് പോയിട്ടുള്ളത്. ഇത് 2 ദിവസം കഴിയുമ്പോൾ ഇത് മറിഞ്ഞു പോയി ഈ സാധനം. ഈ മറ്റേ എന്തോ പോകുന്ന സാധനം അല്ല സാധന, ബാക്കി കാര്യം പോലെ അല്ലത്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ ആലോചിച്ച് ഇതെങ്ങനെ പോകുന്ന കാര്യം നീ ചിന്തിച്ചാൽ ഞാൻ പറയുന്നത്. ഞാനൊന്ന് സംസാരിച്ച് ആരെങ്കിലും ഡിസ്കസ് ചെയ്യട്ടെ ഈ കാര്യം. ഇത് ഞാൻ മണ്ടത്തരം വീണ്ടും മണ്ടത്തരം കാണിക്കുമ്പോഴേ എനിക്കത് ഡിസ്കസ് ചെയ്തോ, ആരോട്ട് ഡിസ്കസ് ചെയ്തോ. പക്ഷെ ഞാൻ ഇത് ഇങ്ങനെ പോകണം, കാരണം നിനക്ക് അറിയില്ല ഞാനിപ്പോ കേൾക്കുന്നത്. ഞാൻ ഉറപ്പായിട്ടും ഞാൻ അന്നത് പറയുന്നുണ്ടല്ലോ, ഇത് ശരിയാണോന്ന് എനിക്ക് അറിയത്തില്ല, ഇത് മൈനർ ആണ്, അത് കേസ് അന്വേഷിക്കട്ടെ, അന്വേഷിച്ചിട്ട് പറയട്ടെ എന്ന് പറയുന്നുണ്ട് ഞാനത്. അങ്ങനെ വരെ നീ പറയുമ്പോ അത് ഉമ്മക്കത്തന്നങ്ങ് പറഞ്ഞാ പോലെ. വീണ്ടും ഇത് ശരി, ഞാനിപ്പോ വിളിക്കാം. പിന്നെ അതേപോലെ തന്നെ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ഫിറോസ്ക്ക് അടുത്ത് പറയുവാ. സായിയുടെ കയ്യിൽ നിന്ന് ഈ വോയിസ് റെക്കോർഡ് വെളിയിലായിട്ടുണ്ടെങ്കിൽ അത് ആര് വഴി ആയിക്കോട്ടെ, ഫിറോസ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ സായി കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ചതെന്ന് ഞാൻ അറിയുന്നുണ്ട്. സായി കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് ഫിറോസ്ക്കാണ്. കേട്ടില്ല? സായിയെ കൊണ്ട് ഞാനല്ല ചെയ്യിപ്പിച്ചത്. അവർ അള്ളാണ് സത്യം, എന്റെ മോനാണ് സത്യം. സായി എടുത്തൊന്നും ഞാൻ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾക്കെതിരെ ചെയ്യാനും പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? അത് ഒരിക്കലും അങ്ങനെ ചിന്തിക്കുകയേ. സായിയുടെ കയ്യിൽ നിന്ന് ഇത് പോയിട്ടുണ്ടെങ്കിൽ ദിയല്ലേ ഫിറോസ്ഖാൻ കഴിച്ച, ഫിറോസ്ഖാൻ ദിയ എടുത്ത് പറഞ്ഞു. പക്ഷെ ഇത് വോയിസ് റെക്കോർഡ് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യാനും ആർക്കും നിൽക്കത്തൊന്നുമില്ല. കാരണം വെച്ചാൽ ഞങ്ങൾ എല്ലാരും വലിച്ചു കയറിയിട്ട് അതെനിക്ക് അറിയേണ്ട ആവശ്യമില്ല. അത് സായിയുടെ കയ്യിൽ നിന്ന് ഇതിനകത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് ഇതെല്ലാം കളിക്കുകയാണെങ്കിൽ ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് എന്റെ ഇതിൽ മാത്രമേ ഇടാറുള്ളൂ കാര്യങ്ങൾ. ഒരിക്കലും മൂന്നാമത് തേർഡ് റേറ്റ് പരിപാടിയും ചെയ്യത്തില്ല. മൂന്നാമത് ഒളിഞ്ഞിരുന്ന് അതൊന്നും എനിക്ക് അറിയത്തില്ല, നിനക്കറിയാൻ തന്നെ. അതുകൊണ്ട് സായിയുടെയൊക്കെ അവനൊക്കെ ഡേഞ്ചർ പേഴ്സൺ ആണ്. അവരുടെ അടുത്തൊക്കെ ഞാൻ വിളിച്ച് കാല് വിളിച്ചിട്ടുണ്ട് കല്യാണം. അതൊന്നും എനിക്കോട്ടും ബന്ധമില്ല കേട്ടോ. എപ്പോഴും മനസ്സിലായിരിക്കും അങ്ങനെ ഞാൻ ചെയ്യത്തതേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്കറിയാലോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്റെ ഇതിനെ എടുത്തോളൂ. മൂന്നാമത് ഒരാൾ വഴി പോകത്തില്ല ഒരിക്കലും എല്ലാ കാര്യങ്ങളും. അതൊക്കെ ഞാൻ അറിയുന്നുണ്ട്, അതിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്താണെന്നുള്ളത് നിങ്ങൾ ഡിസ്കസ് എത്ര നാൾ മുന്നേ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. സൈഡ് ബന്ധമുണ്ടോ ഇല്ല എന്തുവാണ് ഞാൻ പറയുന്നത്? വാള് മുമ്പേ ഡിസ്കസ് ചെയ്തത് എന്തോന്ന് ഗെയിം ഷോയോ? നീ വന്ന് പറഞ്ഞത് മുതലല്ലേ സൈന പോയത്? ഈ കുട്ടി ഫയൽ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നു. അല്ല, ഇതെന്തോന്ന് ഗെയിം ഷോ ആണോ? സായി നിങ്ങളെ വിളിച്ച് നിങ്ങൾ സംസാരിച്ചില്ലായിരുന്നു? അത് തന്നെ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നു. വിട്ടേക്ക് എനിക്ക് പിന്നെ തർക്കിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ദേഷ്യം പറയുന്ന മനസ്സിലാക്ക് ഞാൻ അങ്ങനെ നിക്കത്തില്ല. അങ്ങനെ വേറെ ഞാൻ എന്തെങ്കിലും ഞാൻ വഴിയിലേ പോകത്തുള്ളൂ. അങ്ങനെയുള്ള ആളെ ഞാൻ എപ്പോഴും തെറ്റിദ്ധാരണകൾ പാടുള്ളൂ. ഒരു സംഭവം ചെയ്തെന്ന് പറഞ്ഞിട്ട് അതിന്റെ മേളിൽ തെറ്റിദ്ധാരണ ചേർത്ത് വെക്കരുത്. അത് ഞാൻ ഓപ്പൺ ആയിട്ട് എന്റെ കുഞ്ഞിനാണ് സത്യം. എനിക്കറിയാലോ, അവരൊക്കെ തന്നെ പറയുമ്പോൾ എനിക്കറിയാം. ഞാൻ എന്തായാലും വിളിക്കാം, ഞാൻ എന്തായാലും നോക്കിയിട്ട് വിളിക്കാം. മോള് പറയാനുള്ള സത്യസന്ധമായിട്ട് പറയാം. മോളെ എവിടെയും വെളിയിൽ ഞാൻ വീഴത്തില്ല. എന്റെ കയ്യിലാ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളും എല്ലാം ഇരിക്കുന്നത്. ഫിറോസിനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ കയ്യിൽ നിന്ന് എനിക്ക് തെളിവിന് ഇതെല്ലാം എടുത്ത് ഇട്ടേ പറ്റത്തുള്ളൂ. ആരാണെന്ന് എനിക്ക് പറഞ്ഞ് കാണിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. ഈ സംസാരത്തിൽ തന്നെ ചെറിയൊരു ഭീഷണിയില്ലേ? ഇനി ചില കള്ളങ്ങൾ നമുക്ക് പൊളിച്ചടുക്കിയാലോ? വീഡിയോ മുഴുവനായി ഒന്ന് കണ്ടു നോക്കൂ. അത് കുത്തിപ്പൊക്കാൻ പറ്റില്ല. അത് നീ അല്ലാതെ ലോകത്ത് ആർക്കും കുത്തിപ്പൊക്കാൻ പറ്റില്ല. ഞാൻ മനസ്സിലാക്കിക്കോ. ഇത് ദിയയ്ക്ക് അറിയാം ഈ കാര്യങ്ങളൊക്കെ. ഈ സറൗണ്ടിൽ നിൽക്കുന്ന എന്റെ ഫ്രണ്ട്സുകാർക്കൊക്കെ അറിയാം. ആളുടെ കയ്യിൽ തന്നെ ഈ ഇതിന്റെ വോയിസ് റെക്കോർഡും ഈ കൊച്ചിന്റെ വോയിസ് റെക്കോർഡും ഉണ്ടെന്ന് എന്തോ ഉറപ്പ്? ഒന്നുമില്ല, അത് അങ്ങനൊന്നും അല്ല. അത് നിനക്ക് മാത്രമേ ഉള്ളൂ. വീണ്ടും ഈ കൊച്ചിന്റെ ഞാൻ സംസാരിക്കുന്ന വോയിസ് റെക്കോർഡ് പല ആൾക്കാരുടെ കയ്യിലുണ്ട്. അത് കുത്തിപ്പൊക്കുമ്പം ഇവരെല്ലാരും കൂടെ പറയും, ഇവർ രണ്ടുപേരും കളിക്കുവാണോ എന്നുള്ള രീതിയിൽ വന്നിട്ട് ഇത് ലാസ്റ്റ് വെളിയിൽ വന്ന് നിങ്ങൾ തന്നെ ലാസ്റ്റ് പ്രശ്നം വരും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നീയുമായിട്ട് സംസാരിച്ചപ്പോൾ അതങ്ങനെ വേറൊരാൾക്ക് പോകുന്നത്? ഞാനത് പറഞ്ഞല്ലോ. എന്റെ മറ്റേ വോയിസ് എങ്ങനെ പോയി? ഞാൻ തന്നെ അയച്ചു കൊടുത്തല്ലേ? അതുപോലെ ഇത് അയച്ചു കൊടുത്തിട്ടുണ്ട്. നീ തന്നെ അയച്ചു കൊടുക്കൂ. എന്തോ സജീവ നീ കാണിച്ചോണ്ടിരിക്കുന്നത്? ഇത് എന്റെ വിശ്വാസത്തോടെ ഞാൻ 2 ചാനലിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് എന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഇതാണ് സംഭവം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അവരും അത് തന്നെ അവരുടെ ലീഗൽ വശം അവർക്ക് അറിയാവുന്നതുകൊണ്ട് ആ ചാനലുകാർ ഇട്ടിട്ടില്ല. അവരും അത് പറയുന്നുണ്ട്. ഇപ്പം ഒരു വല്ലാത്ത രീതിയിൽ ഒരു വോയിസ് റെക്കോർഡ് വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അത്
ദയവ് ചെയ്ത് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽസ് ആരെ ഇടുന്നത് എത്രയോ ഞങ്ങളുടെ വോയിസ് റെക്കോർഡ് എല്ലാം നിങ്ങൾ ചാനലിൽ ആരെ ഇടുന്നുണ്ട്. പക്ഷെ ഇത് നിങ്ങൾ ലീഗൽ വശം മനസ്സിലാക്കാതെ നിങ്ങൾ ഈ ലീക്കായ ഈ വോയിസ് റെക്കോർഡ് 17 വയസ്സുകാരിയായ കുട്ടിയുടെ വോയിസ് റെക്കോർഡും എൻ്റെ വോയിസ് റെക്കോർഡും ഇപ്പം പല ചാനലിൽ കിടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ആ കുട്ടിയുടെ പേര് വരെ അതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഈ സാധനവും മിസ്സായത് തികച്ചും ദിയാസനയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് പല യൂട്യൂബ് ചാനലിലും കയ്യിലെത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്നിട്ട് ഇന്റെ നെഞ്ചത്തോട്ടെടുത്ത് വെച്ചേക്കാം, ഞാനത് പബ്ലിഷ് ചെയ്തെന്ന്. സജിന ആ കുട്ടി സംസാരിക്കുന്ന ഓഡിയോ സജിനയുടെ കയ്യിൽ നിന്ന് എവിടെ പോയി എന്നുള്ളത് സജിന പറഞ്ഞാൽ മതി. ഓക്കെ, ഷഫീന ബീവിക്ക് ഒരു ഓഡിയോ, ഒരു മൈനറായിട്ടുള്ള കുട്ടിയുടെ ഓഡിയോ കൊടുത്തിട്ട് അത് ഷഫീന ബീവി പബ്ലിഷ് ചെയ്തിട്ട് സജിന ഇപ്പൊ വല്ലാത്ത അവസ്ഥയിലാണ്. ഈ വോയിസ് റെക്കോർഡ് പല ആളുകൾക്കും സപ്ലൈ ചെയ്തത് ആരാണ്? ഈ സ്ത്രീയാണ്. സജിനയാണ് അത് സപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇവരുടെ കയ്യിൽ നിന്നാണ് അത് പോയിരിക്കുന്നത്. ഇവരുടെ വീഡിയോയിൽ തന്നെ ഇപ്പൊ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, 1-2 ആൾക്കാരെ ഞാൻ കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ പല ആളുകൾക്കും ഇവരെ അയച്ചു കൊടുത്തിട്ടുമുണ്ട്. ഇവരുടെ ഫോണിലുള്ള ഒരു വോയിസ് റെക്കോർഡ് ഇവർ അയച്ചു കൊടുക്കാതെ എങ്ങനെ മറ്റൊരു വ്യക്തിയുടെ കയ്യിലെത്തും? വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അനന്തു ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് സജിനയുടെ ഫോണിൽ നിന്ന് മറ്റൊരാൾക്ക് ഈ സാധനം എത്തുക? സജിന അയച്ചിട്ടല്ലേ എത്തുന്നത്? നീ ആ വോയിസിനകത്ത് പറയുന്നുണ്ടല്ലോ, ഒരു കാരണവശാലും ഇത്തേ നിനക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ ഗ്യാരണ്ടിയാണ്, ഒരു കാരണവശാലും എൻ്റെ കയ്യിൽ നിന്ന് ഈ സാധനം പുറത്തു പോകത്തില്ലെന്ന് ആ പെണ്ണിന് വാക്ക് കൊടുത്തിട്ട് നാണം കെട്ട നാറിയ പ്രവർത്തിയല്ലോ നീ ചെയ്തത്. എന്നിട്ട് വന്ന് ഉളുപ്പില്ലാതെ വന്നിരുന്നിട്ട് അയ്യോ സൂപ്പർ. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ആ വോയിസ് മറ്റൊരു വ്യക്തിക്ക് അയച്ചു കൊടുക്കുന്ന സമയത്ത് ആ പേരെങ്കിലും ഒന്ന് മറയ്ക്കാൻ, അല്ലെങ്കിൽ ആ ഭാവമെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് കളയാനുള്ള ഒരു മിനിമം സെൻസ് എങ്കിലും നിങ്ങൾക്ക് ഉണ്ടായോ? ഇല്ലല്ലോ. എന്നിട്ട് വന്നിരുന്ന് മെഴുകുകയാണ്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ച അതേ ചോദ്യമാണ് അനന്തു ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അറ്റ്ലീസ്റ്റ് ആ ഓഡിയോ ക്ലിപ്പ് മറ്റാർക്കെങ്കിലും അയക്കുമ്പോൾ ആ കൊച്ചിൻ്റെ പേരെങ്കിലും ഒന്ന് ഹൈഡ് ചെയ്യാമായിരുന്നില്ലേ? ഈ സാധനവും മിസ്സായത് തികച്ചും ദിയാസനയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് പല യൂട്യൂബ് ചാനലിലും കയ്യിലെത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ദിയാസനയുടെ തലയിലോട്ടങ്ങിട്ട് എന്നിട്ട് മുങ്ങാനുള്ള പരിപാടിയാണ്. ആ വോയിസ് പുറത്തു വന്നത് ഷെഫീന ബീവിയുടെ ചാനലിൽ കൂടാണ്. അത് അവിടെ നിന്നാണ് ബാക്കിയുള്ള എല്ലാവരും അത് എടുത്തോണ്ട് പോയത്. ഞാനടക്കം ആ സ്ക്രീൻ റെക്കോർഡ് ചെയ്തത് പുള്ളിക്കാരത്തിന്റെ ചാനലിൽ നിന്നാണ്. അവർക്ക് ദിയാസന ഒരിക്കലും അയച്ചു കൊടുക്കൂല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും കീരിയും പമ്പ് പോലുള്ള 2 വ്യക്തികളാണ്. തമ്മിൽ കണ്ട ഇടിക്കും എന്നുള്ള സെറ്റപ്പ് നിൽക്കുന്ന വ്യക്തികളാണ്. 2 വ്യക്തികളാണ് ദിയാസന ആൻഡ് ഷെഫീന ബീവി. അപ്പം ഒരു രീതിയിലും ആ ഒരു വോയിസ് ദിയാസന ഷെഫീന ബീവിക്ക് അയച്ചു കൊടുക്കാനുള്ള സാധ്യതയേ ഇല്ല. അപ്പൊ പിന്നെ അത് ആരാണ് അയച്ചു കൊടുത്തത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. കോമൺ സെൻസ് മതി. എന്നിട്ട് നീ വന്നിരുന്ന് ഇങ്ങനെ നാടകം കളിക്കല്ലേ സജിന്. മൈനറായിട്ടുള്ള കുട്ടിയുടെ ഓഡിയോ കൊടുത്തിട്ട് അത് ഷഫീന ബീവി പബ്ലിഷ് ചെയ്തിട്ട് സജിന ഇപ്പൊ വല്ലാത്ത അവസ്ഥയിലാണ്. കാരണം ഈ വിഷയം ഒരുപാട് ആളുകളെടുത്ത് CWCക്ക് പരാതിയായിട്ടും മറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. സജിന, ആദ്യം മൈനറായിട്ടുള്ള ഒരു കുട്ടി നിന്റെ അടുത്ത് വന്നിട്ട് ഒരു അബ്യൂസിങ് സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ നീ ആ കുട്ടിയെ കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലാണ് പോകേണ്ടിയിരുന്നത്. നീ അത് ചെയ്തില്ല. BNS ആക്ട് പ്രകാരം അതൊരു വലിയ ശിക്ഷയുമാണ്. ഈ നിങ്ങൾ 2 എണ്ണം കൂടെ, ഈ ഷഫീന ബീവിയും നീയും, പിന്നെയാണ് പണ്ടാണ് അത് പതുക്കെ ഇപ്പൊ അപ്പമാണ് കേട്ടോ. അപ്പോ സജിന നല്ല രീതിയിൽ പേടിച്ചു, നല്ല രീതിയിൽ ഭയന്നിട്ടുമുണ്ട്. ഓക്കെ, നല്ല കാര്യമായിട്ടുള്ള തലയ്ക്ക് സ്ഥിരതയില്ലാത്ത എന്തൊക്കെയോ കാര്യമായ പ്രശ്നമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും നിന്റെ വെല്ലുവിളി. അപ്പൊ ഞാനൊരു കാര്യം പറയണേ, നീ തന്നെ പറയുന്നു എന്റെ വീട്ടിൽ നീ വന്നില്ല ആ ഡേറ്റിന്. ശരി, സമ്മതിച്ചു. നീ തെളിയിച്ചില്ലേടി? നിനക്ക് വയ്യേടി? നിനക്ക് വല്ല മാനസിക പ്രശ്നം വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നീ വല്ല സൈക്കാട്രിസ്റ്റിനെയും കാണാൻ പോയി കാണ്. ഭയങ്കര പ്രശ്നമായിക്കൊണ്ടിരിക്കുവാണ്. നീ കിടന്ന് കിണക്കുന്നതിനനുസരിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുകയാണ്. നിന്റെ ഈ കാല് പിടിച്ചുള്ള മാപ്പപേക്ഷയും ഒരു സമയത്ത് നിന്റെ ഓരോ മുഖവും ഓരോ രീതിയും നിന്റെ വിവരക്കേടും നിന്റെ കൊള്ളരുതായ്മകളും നീ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് ശരിക്കും ട്രീറ്റ്മെന്റ് വേണം. നീ വല്ല പോയി കിടക്കാൻ നോക്ക്. ശരിക്കും ഓൾറെഡി മനുഷ്യന്റെയൊക്കെ ഇസ്സത്തിന് നല്ല രീതിയിലുള്ള സാഹചര്യങ്ങൾ നീ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഞാനും എന്റെ ഫാമിലിയും റെസ്പോൺസിബിലിറ്റി ആയിട്ട് ജീവിക്കുന്നതാണ്. നീ നിന്റെ കാര്യം നോക്ക്. റസൂൽ പൂക്കുട്ടിയുടെയും നിന്റെ വിഷയം മറയ്ക്കാൻ വേണ്ടിയിട്ട് നീ കിടന്ന് മെഴുകി തുള്ളി ഒന്നും വരണ്ട. അത് നിർത്താനും പോകുന്നില്ല. നീ എവിടം വരെ പോവോ അവിടം വരെ പുറകേ നടന്നു വരും. ഓക്കെ, അപ്പൊ ബാക്കി കാണാം. ഒരു കാര്യം കൂടെ ഞാൻ പറയണേണ്, നിന്റെ അച്ചായനെയും നിന്റെ അച്ചായത്തിയെയും നീ ഒന്ന് ചോദ്യം ചെയ്യേ കാര്യമായിട്ട്, കേട്ടാ. അത് നിനക്കൊന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടും കൂടെ വന്നതാണ്. നീ എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുടെ പുറത്താണല്ലോ നീ എന്നെ വന്ന് എന്തോ ചെയ്തതൊക്കെ.
എനിക്ക് നിന്റെ പേഴ്സണൽ ലൈഫിൽ കയറി ഒരു തേങ്ങ നടത്തേണ്ട കാര്യമില്ല. പക്ഷെ നീ തുടങ്ങി വെച്ചെടുത്ത് നിന്റെ പേഴ്സണൽ ലൈഫ് എടുത്തോണ്ട് വന്ന് ഞാൻ ഇട്ടിട്ടുണ്ട്. നിന്റെ മാത്രമല്ല റസൂൽ പൂക്കിട്ടിട്ടത് ഇനി പിറകെ വരും ബാക്കി. കേട്ടോ, ചാപ്റ്റർ ഒന്നും ക്ലോസ് ചെയ്യാൻ പോകുന്നില്ല. ശരി എന്നാ അപ്പൊ മോളെ. കാരണം ഇപ്പൊ കാണിച്ച ഈ വോയിസ് റെക്കോർഡ് ലീക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ പല ചാനൽസുകാരുടെ കയ്യിലും ആ വീഡിയോ വോയിസ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളെല്ലാം ബഹുമാനിച്ച് തന്നെ പറയുന്നത്, യൂട്യൂബ് ചാനൽസിൽ നിങ്ങൾക്കുള്ള വരുമാനം, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ, പക്ഷെ നിങ്ങൾ ലീഗൽ വശം മനസ്സിലാക്കാതെ നിങ്ങളത് പ്ലേ ചെയ്യരുത്. അങ്ങനെ പ്ലേ ചെയ്തിട്ടുള്ളവരെല്ലാം ദയവ് ചെയ്ത് ഡിലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇത് കേസ് വഴി പോകുന്നതാ, ഇത് ആര് വഴി വന്നു, എങ്ങനെയാണെന്നുള്ള എല്ലാം വെളിയിൽ വരും. നിങ്ങളും കൂടെ നിങ്ങളെ ചാനലും കൂടെ പൂട്ടുന്ന രീതിയിലായിരിക്കും. ഇപ്പം എത്രയോ വോയിസ് കൂടി ഞങ്ങളതെല്ലാം വന്നു, അത് ഓക്കെ, അത് അവിടെ കിടന്ന് ഇതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ അല്ല 17 വയസ്സുകാരി ആവാത്ത ഒരു പൂർത്തിയാവാത്ത ഒരു കൊച്ചിന്റെ ആ സമയത്ത്, ഇപ്പൊ കുട്ടിക്ക് 18 വയസ്സുണ്ട്, പക്ഷെ അതൊരു അതിജീവിതയാണ്. ആ കുട്ടിയെ ഇതിനകത്തിട്ട് ഒരു വിക്ടിമിനെ അതിനകത്തിട്ട് ഇതാക്കരുത് നിങ്ങൾ ദയവ് ചെയ്ത്. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. പിന്നെ ഇതാര് ഇനിയും ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടും നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിന്റെ ഫുൾ ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ്. ഞാനിത് സ്റ്റേഷനിൽ കൊണ്ട് നേരത്തെ പരാതി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ റെക്കോർഡ്സ് കാര്യങ്ങൾ, എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ലീക്കാവും, എനിക്ക് പേടിയുണ്ട്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടെന്ന് ഞാൻ നേരത്തെ അന്നേ ഞാൻ കേസ് ഫയൽ ചെയ്ത് വെച്ചുകൊണ്ട് എന്തായാലും എന്റെ തലയിൽ വരുത്തില്ല. ഞാൻ ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ 2 ചാനൽ വെച്ചിട്ടുണ്ട്, അവർക്കും ഈ ലീഗൽ വശം ആയതുകൊണ്ട് അവരും ലീക്ക് ആക്കത്തില്ല എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പം ലീക്കാക്കിയ വ്യക്തി ആരാണെന്ന് എനിക്ക് വ്യക്തതയായിട്ടുണ്ട്. കാരണം ഇത്രയും വോയിസ് റെക്കോർഡ് ആരൊക്കെയാണോ ലീക്കാക്കിയ, ആ ദിയാസന തന്നെയാണ് ഇത് ലീക്കാക്കിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഓഡിയോ റെക്കോർഡ് ലീക്കായിരിക്കുന്നത് സജനയുടെ കയ്യിൽ നിന്ന് തന്നെയല്ലേ? സജന തന്നെ ഫിറോസിനോട് പറയുന്നതായിട്ടുള്ള ഓഡിയോ റെക്കോർഡിലും പിന്നെ സജനയുടെ വീഡിയോയിലും സജന പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പല ആളുകൾക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. ശരിക്കും ഇത് റെക്കോർഡ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ച സജന തന്നെയല്ലേ കുറ്റക്കാരി? യൂട്യൂബിൽ തന്നെ പല ആളുകൾക്കും ഈ ഓഡിയോ ക്ലിപ്പ് ലഭിച്ചിരിക്കുന്നത് ഷെഫീന ബീവിയുടെ യൂട്യൂബ് ചാനലിൽ നിന്നാണ്. പല യൂട്യൂബേഴ്സും ഈ ഓഡിയോ ക്ലിപ്പ് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി സജന വന്ന് വീഡിയോ ഇട്ടതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഓഡിയോ ക്ലിപ്പ് ലീക്കായിരിക്കുന്നത് ദിയാസനയിൽ നിന്നാണെന്നാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ദിയാസനയിൽ നിന്നാണ് ഈ ഓഡിയോ ക്ലിപ്പ് ലീക്കായതെന്ന്. ഷെഫീന ബീവിയുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഇതെല്ലാം ലീക്കായിട്ടുള്ളത്. ഷെഫീന ബീവിക്ക് ആരാണ് ആ ഓഡിയോ ക്ലിപ്പ് കൊടുത്തിരിക്കുന്നത്? എന്തായാലും ദിയാസന കൊണ്ടുപോയി കൊടുക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം രണ്ടുപേരും കീരിയും പാമ്പുമാണെന്നുള്ളത് നമ്മൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോ അതിന് ഒരു ചാൻസും കാണുന്നില്ല. അപ്പോൾ പിന്നെ ആരാണ് ആ ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്? ഇത് ശരിക്കും ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ആ കുട്ടിയെ വിളിച്ച് സംസാരിച്ച റെക്കോർഡ് പല ആളുകളിലേക്കും കൈമാറിയ സജന തന്നെയാണ് ഇവിടെ ഒന്നാമത്തെ പ്രതി. പിന്നെ എങ്ങനെയാണ് സജന മുൻകൂർ ജാമ്യമെല്ലാം എടുത്തു വെച്ചിരിക്കുന്നത്? അറിയാതെയൊന്നുമല്ലല്ലോ സജനയുടെ കയ്യിൽ നിന്ന് അത് ലീക്കായിട്ടുള്ളത്. സജന തന്നെയാണ് സജനയുടെ സുഹൃത്തുക്കൾക്കും മീഡിയയിലേക്കുമെല്ലാം കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും ഒരു സെൻസിറ്റീവായ മാറ്റർ എങ്ങനെയാണ് പബ്ലിഷ് ചെയ്യുവാനുള്ള മനസ്സ് തോന്നിയിരിക്കുന്നത്? പല യൂട്യൂബേഴ്സും ഇതിനോടകം ആ കുട്ടിയുടെ പേരും വോയിസും എല്ലാം കറക്റ്റ് അതുപോലെ ഇട്ടിട്ടുള്ള വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാൻ എൻ്റെ ചാനലിലൂടെ ഇതുവരെ അത് പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ വെറും ഒരു അവിഹിത കഥ മാത്രമല്ല, ഇതിൽ പല കാര്യങ്ങളും ഇല്ലീഗലായി നടക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് തെളിവുകൾ പുറത്തു വരാനിരിക്കുന്നു. പരസ്പരം ചളിവാരി എറിയുകയാണെങ്കിലും ഒരുപാട് തെളിവുകളാണ് രണ്ടുപേരും പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പോലീസ് ഇതിൽ ഇടപെട്ട് ഇതിന്റെ സത്യാവസ്ഥ കൊണ്ടുവരാൻ തയ്യാറാവാത്തത് എന്ന് മാത്രമാണ് എൻ്റെ ചോദ്യം. എനിവേ, നമുക്ക് ഗാലറിയിൽ നിന്ന് കളി കണ്ടുകൊണ്ടിരിക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത്. പുതിയ അപ്ഡേറ്റ്സിനായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ.